അപ്പൊ നമ്മുടെ ഇന്നത്തെ കഥ സിറ്റിയിൽ തുടരെ നടക്കുന്ന കൊലപാതകങ്ങൾ. തലയിൽ പ്ലാസ്റ്റിക് കവർ ധരിച്ച് പരസ്പരം നോക്കിയിരിക്കുന്ന രീതിയിൽ കണ്ടുകിട്ടുന്ന രണ്ട് മൃതദേഹങ്ങൾ, അതും ഒരു പാറപ്പുറത്ത്. ഇതാരാണ് ചെയ്ത്, എന്തിനാണ് ചെയ്ത്? ഇതാണ് ഈ ഒരു സിനിമയുടെ വൺ ലൈൻ. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു ക്ലീഷേഡ് ഇൻവെസ്റ്റിഗേഷൻ സിനിമയല്ല. കാരണം ഈ സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങൾ വിചാരിക്കാത്തൊരു സ്ഥലത്തോട്ടാണ് കൊണ്ടുപോവുക. നമ്മളങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു മാരക ട്വിസ്റ്റ്. പക്ഷേ ഈ ട്വിസ്റ്റ് എത്ര പേർക്ക് വർക്കാവുന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. കാരണം ഇതെല്ലാവർക്കും പറ്റുന്ന ഒരു സിനിമയല്ല. സ്ഥിരം പാറ്റേണിൽ വരുന്ന ഇൻവെസ്റ്റിഗേഷൻ സിനിമകളൊക്കെ കണ്ടു മടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉഗ്രൻ സിനിമയാണ് നമ്മുടെ ഇന്നത്തെ കഥ. മെയിൻലി ഒരു സിനിമയിൽ പറയുന്നത് മരിച്ചു പോകുന്ന വിക്ടിംസിന്റെ കഥയല്ല, മറിച്ച് ഇത് അന്വേഷിക്കുന്ന പോലീസുകാരുടെ കഥയാണ്. റിയൽ ലൈഫിൽ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പോലീസുകാർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അവരുടെ മാനസികാവസ്ഥ, ഇതൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു പോകുന്നത്. ആൻഡ് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഈ ഒരു സിനിമ എത്ര പേർക്ക് വർക്കാവുന്നുള്ളത് എനിക്കറിയില്ല. എനിക്കെന്തായാലും ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റായി. നിങ്ങൾക്ക് കണക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. 1990 ഒരു രാത്രി ടീന എന്ന പെൺകുട്ടി കാർ ഓടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. പാട്ടും വെച്ച് നല്ല ഹാപ്പിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു കാർ അവളെ ഫോളോ ചെയ്യുന്നത്. ഇത് കണ്ടേക്ക് ടീന ഭയപ്പെടുന്നു, വേഗത്തിൽ പോകുന്നു. എത്ര വേഗത്തിൽ പോയിട്ടും ആ കാർ അവളുടെ പിന്നാലെ തന്നെയുണ്ട്. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി നിർത്തുന്നത്. തന്നെ ഒന്ന് സഹായിക്കാൻ അവിടെ ആരുമില്ല. ഇതേ സമയം ഫോളോ ചെയ്യുന്ന ആള് അതേ ഗ്യാസ് സ്റ്റേഷനിലെത്തുന്നു. എത്താന്ന് മാത്രമല്ല, ടീനയെ കൊല്ലാനായിട്ട് കത്തിയെടുക്കുന്നു. ഇനി ടീനക്ക് മുമ്പിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രം, ഓടുക. അങ്ങനെ ഓടി ഓടി ഏതോ വലിയ ട്രക്കിന്റെ മുമ്പിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് മാത്രം ടീന രക്ഷപ്പെട്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 2 ദിവസം മുമ്പുള്ള കാഴ്ചയാണ്. ഇതാണ് ജോ ഡീക്കൺ, ഒരു സാധാരണ പോലീസുകാരൻ. ഒറ്റപ്പെട്ട ഒരു ടൗണിലാണ് ഇയാൾ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് അയാൾക്കിപ്പോൾ സമാധാനമുണ്ട്. അങ്ങനെ ഈ സമയത്താണ് ഒരു പത്രവാർത്ത കാണിക്കുന്നത്. ലോസ് ഏഞ്ചലസിലെ സീരിയൽ കില്ലിങ്സ്. ഓൾറെഡി 4 വിക്ടിംസാണ് മരിച്ചിട്ടുള്ളത്. എല്ലാവരും ടീനേജ് പെൺകുട്ടികൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോയുടെ ചീഫ് അവൻക്കൊരു ജോലി കൊടുക്കുന്നത്. ഇവരുടെ ടൗണിലായിട്ട് ഒരു മോഷണം നടന്നിട്ടുണ്ട്. സസ്പെക്റ്റ് എന്ന് വിചാരിക്കുന്ന ആള് എല്ലയിലോട്ടാണ് പോയിട്ടുള്ളത്, അതായത് നേരത്തെ പറഞ്ഞ ലോസ് ഏഞ്ചലസ്. അവിടെ പോവുക, സസ്പെക്റ്റിനെതിരായിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യുക. ഇതാണ് ടാസ്ക്. പക്ഷേ ഈ ഒരു ജോലി ഏറ്റെടുക്കാൻ അങ്ങേർക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ഇതേ ലോസ് ഏഞ്ചലസിലാണ് ജോ പണ്ട് വർക്ക് ചെയ്തിരുന്നത്. അയാൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത എന്തോ ഒന്ന് ആ സിറ്റിയിലുണ്ട്. ഇവിടെ ചീഫ് നേരിട്ട് ഏൽപ്പിച്ചുകൊണ്ട് പോവാണ്ടിരിക്കാനും പറ്റില്ല. സോ പോകുന്നു. അങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകുന്നു. പക്ഷേ ഈ എവിഡൻസ് ഇവിടുത്തെ പോലീസുകാര് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസ് ക്യാപ്റ്റനായ ക്യാപ്റ്റൻ ഫാരിസിന്റെ സിഗ്നേച്ചർ വേണം. ഇത് കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. കളക്ട് ചെയ്യുക, തിരിച്ചു പോവുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ പ്ലാനില്. അങ്ങനെ ഫാരിസിനെ കാണാൻ പോകുന്നു. അപ്പോഴാണ് ഈ സിറ്റിയിലെ പ്രധാന ഡിറ്റക്റ്റീവിനെ ജോ കാണുന്നത്. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ. അവൻ്റെ പേരാണ് ജിം ബാക്സ്റ്റർ. അവനാണ് ഇപ്പോൾ സീരിയൽ കില്ലിങ്സ് ഒക്കെ അന്വേഷിക്കുന്നത്. ആൻഡ് ഇതേ ഡിറ്റക്റ്റീവ് പദവിയിലിരുന്ന ആളായിരുന്നു സാക്ഷാൽ ജോ. എന്നാൽ ഇപ്പോൾ അയാൾ വെറൊരു പോലീസുകാരൻ മാത്രമാണ്. അങ്ങനെ ജോ ക്യാപ്റ്റനെ കാണാൻ പോകുന്നു. ഹലോ ഫാരിസ്, ഓർമ്മയുണ്ടോ? ഇവനെ കണ്ടതും ഫാരിസ് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവുന്നു. ഇതേ ഓഫീസിൽ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാ ജോ ആൻഡ് ഫാരിസ്. എടാ ജോ, എത്ര കാലായി കണ്ടിട്ട്. എവിഡൻസ് ടെസ്റ്റ് ചെയ്ത് കിട്ടാൻ ഒരു ദിവസം എന്തായാലും പിടിക്കും. സോ വെയിറ്റ് ചെയ്യേണ്ടി വരും. നീ തൽക്കാലം പഴയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഇത് കേട്ടേക്ക് ജോയുടെ കംപ്ലീറ്റ് മൂടും പോകുന്നു. അങ്ങേർക്ക് ഒട്ടും താല്പര്യമില്ല ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോ അവൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഫ്രണ്ട്സിനെ കാണുന്നത്. അവരെല്ലാവരും നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങേര് മാത്രം ഒരു പ്രമോഷൻ പോലും ഇല്ലാണ്ട് ഏതോ നാട്ടിൽ പോയിട്ട് കഷ്ടപ്പെടുന്നു. ഇതേ സമയം ജിമ്മീനെയാണ് കാണിക്കുന്നത്. നാട്ടിലുള്ള സകലമാന പത്രക്കാരും അവനെ കാണാൻ വന്നിരിക്കുന്നു. 6 മാസത്തിൻ്റെ ഇടയിൽ 4 കൊലപാതകം. ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. പോലീസുകാർക്ക് ഇതുവരെ ആരാണ് കൊലയാളി എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തിന്, ഇത്രയും കാലമായിട്ടും ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല. ഇവിടെ ബാക്കിയുള്ള റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ ജോയോട് സംസാരിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടേക്ക് ജിമ്മിയാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഇവൻ ആരാണെന്നോ എന്താണെന്നോ പുള്ളിക്കാരൻ അറിയില്ല. അങ്ങനെ ജോയെക്കുറിച്ച് ജിമ്മി തിരക്കുന്നു. അപ്പോഴാണ് കാര്യങ്ങളെല്ലാം റിവീലാവുന്നത്. ജിമ്മിക്ക് മുമ്പ് ഈ കേസ് അന്വേഷണം നടത്തിയിരുന്നത് ജോ ആണ്. അവൻ ഡിറ്റക്റ്റീവ് ആയിരുന്നപ്പോൾ 3 കൊലപാതകങ്ങൾ ഈ സിറ്റിയിൽ അരങ്ങേറി. പക്ഷെ ജോ കഴിവുള്ള ഒരു പോലീസുകാരനാ.
എടുത്ത കേസുകളെല്ലാം തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രം അവനെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. അതിന്റെ പേരിൽ സ്ഥലം മാറ്റം, കേസിൽ നിന്ന് പുറത്താക്കുക, എന്തിന്? പുള്ളിക്കാരനെ ഇപ്പോൾ ആർക്കും വേണ്ട. ഈ ഒരു അവസ്ഥയിലാണ് ജിമ്മി. അവൻ ഈ കേസ് ഏറ്റെടുത്തതിനു ശേഷം ഒരു കൊലപാതകം നടന്നു. ഇനിയും ഇത് തെളിയിച്ചില്ലെങ്കിൽ കേസ് നേരെ FBI കൈമാറും. ഇതാണ് സാൽ, ജോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്. അങ്ങനെ സാലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത കൊലപാതകം നടക്കുന്നത്. അതും ഒരു മോട്ടലിനകത്ത്. പിന്നെ പറയണ്ടല്ലോ, എൻഡയർ പോലീസ് അങ്ങോട്ട് പോകുന്നു. അപ്പോഴാണ് ജിമ്മി ജോയെ കാണാൻ വരുന്നത്. ജോ, താനും വാ. പണ്ട് ഈ കേസ് അന്വേഷിച്ചിരുന്നത് താനല്ലേ? താനും കൂടെയുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കത് സഹായകരമായേക്കും എന്നും പറഞ്ഞ് ആ മോട്ടലിലോട്ട് പോകുന്നു. ഇവരാദ്യം തന്നെ ഒരു പ്രത്യേകതരം ലൈറ്റ് കൊണ്ട് ഫിംഗർ പ്രിന്റ്, ഫുട് പ്രിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നു. പക്ഷെ ഒരു രക്ഷയില്ല. ജൂലി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് മരിച്ചിട്ടുള്ളത്. നഗ്നമായിട്ടുള്ള ശരീരം, അവളുടെ മുഖം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മറച്ചിരിക്കുന്നു. ആൻഡ് ബോഡിയുടെ പല ഭാഗങ്ങളിലായിട്ട് കുത്തേറ്റ പാടുകളുണ്ട്. കത്തി പോലെയുള്ള മാരകായുധാണ് കൊലയാളി യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡിലിട്ടാണ് കുത്തിയിരിക്കുന്നത്. അതും പോരാണ്ട് നിലത്തൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോകാന്ന് മാത്രമല്ല, മരിച്ചതിന് ശേഷം അവളുടെ ശരീരം വിൻഡോ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഇരുത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ സമയത്താണ് സാൽ അവിടെയുള്ള ഫ്രിഡ്ജ് ഒന്ന് പരിശോധിക്കുന്നത്. അതാണെങ്കിൽ നാശമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ചീഞ്ഞ് നാറിയിട്ടാണ് ഇരിക്കുന്നത്. നാശാവാണ്ടിരിക്കുന്ന ഏക സാധനം പാല് മാത്രമാണ്. അങ്ങനെ ജിമ്മി ജൂലിയുടെ ശരീരം ഒന്ന് പരിശോധിക്കുന്നു. അവളുടെ മുതുകിലായിട്ട് ഒരു ബ്ലൂയിഷ് കളർ കാണാനുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബ്ലഡ് മുഴുവൻ ഗ്രാവിറ്റി കാരണം ബോഡിയുടെ ലോവർ പാർട്സിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ബ്ലൂയിഷ് കളർ വിസിബിൾ ആവുന്നത്. അതായത് മരണം നടന്ന് 30 മിനിറ്റ് മുതൽ 2 മണിക്കൂറിലാണ് ഇത് കാണപ്പെടുക. ആൻഡ് 8 to 12 മണിക്കൂറിൽ ഇത് ബാക്ക് ടു നോർമൽ ആവുകയും ചെയ്യും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി. ഒരാൾ മരിച്ച ടൈം, കോസ് ഓഫ് ഡെത്ത് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി. അങ്ങനെ ജോ ആ സ്ഥലം മുഴുവനായിട്ടും നോക്കാൻ ആരംഭിക്കുന്നു. ഇത് കണ്ടേക്ക് ജിമ്മി പറയാണ്, ഹേയ് സാൽ, നിന്റെ ഈ കൂട്ടുകാരൻ എന്തേലും കണ്ടെത്തുമോ? കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരിക്കും. സാറേ, അവൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലേ വേറെയാ. എന്തേലൊക്കെ കണ്ടെത്താണ്ടിരിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോ തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗ് കാണുന്നത്. ഇവൻ അപ്പം തന്നെ അങ്ങോട്ട് പോകുന്നു. അതാണെങ്കിൽ ഒരു അബാൻഡൻ ബിൽഡിങ്ങാ. അവിടുന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് ജൂലി മരിച്ചു കിടക്കുന്ന അപ്പാർട്ട്മെന്റ് കാണാൻ പറ്റും. എന്തിന്? അവളുടെ ബോഡി കൃത്യമായിട്ട് കാണാൻ പറ്റും. സോ കൊലയാളി ആരായാലും ശരി, കൊന്നതിന് ശേഷം ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് അവളെ നോക്കി രസിക്കരുന്ന്. മേ ബി സെക്ഷുവലി. അതിനുവേണ്ടിയാകാം വിൻഡോ ഫേസ് ചെയ്യുന്ന രീതിയിൽ ബോഡി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് ജോ പാസ്റ്റ് ആലോചിക്കുന്നത്. അവൻ കണ്ടെത്തിയ 3 മൃതദേഹങ്ങൾ ഒരു പാലത്തിന്റെ അടിയിൽ വെച്ചിട്ടാണ് അവനും സാലും കൂടെ 2 ബോഡികൾ കണ്ടെത്തുന്നത്. അതും ഇതേ സെയിം രീതിയിൽ നഗ്നമായിട്ടുള്ള ശരീരങ്ങൾ. ഒരു കല്ലിന്റെ മേളിൽ ഫേസ് ടു ഫേസ് ആയിട്ടാണ് അവരെ കിടത്തിയിരിക്കുന്നത്. എന്നാൽ 3ാമത്തെ ബോഡി അവിടെയില്ല. അങ്ങനെ അവിടെ വെച്ച് പാസ്റ്റ് കട്ടാവുന്നു. തിരിച്ച് പ്രസന്റിലോട്ട് വരുന്നു. ക്രൈം സീനിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. നഗ്നമായിട്ടാണ് ബോഡീസ് എല്ലാം കിട്ടിയിരിക്കുന്നത്. സോ ഇതൊരു സെക്ഷൽ പ്ലഷറിന് വേണ്ടി ചെയ്യുന്നതാകാം. പക്ഷെ റേപ്പ് നടന്ന ലക്ഷണങ്ങളോ സീമന്റെ ട്രേസസോ ഒന്നുമില്ല. അങ്ങനെ ജിമ്മി സെക്ഷൽ ഒഫൻസിന്റെ പേരിൽ കേസെടുത്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുക്കാൻ പറയുന്നു. അതും ഈ ഏരിയയിൽ താമസിക്കുന്ന ആളുടെ. അങ്ങനെ അവർ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ജിമ്മി ഒരു കാര്യം പറയുന്നത്. ഹേയ് ജോ, നാളെയല്ലേ താൻ തിരിച്ചു പോകുന്നത്? അതിനു മുമ്പ് നമുക്കൊന്ന് കണ്ടാലോ? നാളെ രാവിലെ കൃത്യം 8 മണിക്ക്. ഷുവർ എന്നും പറഞ്ഞ് 2 പേരും തിരിച്ചു പോകുന്നു. എന്നാൽ ജോ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ്. അവൻ കണ്ടെത്തിയ ബോഡികളും ഈ ബോഡികളും നല്ല പക്കാ സെയിം. വെറും ചോദ്യചിഹ്നങ്ങൾ മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ആ ഒരവസ്ഥയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ജിമ്മി പറഞ്ഞതുപോലെ അവനെ മീറ്റ് ചെയ്യുന്നു. ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്തായാലും തിരിച്ചു പോകും. അങ്ങനെ ജിമ്മി ജോനെയും കൊണ്ട് നേരെ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. കാരണം ഈ സിറ്റിയിലെ പ്രധാന സെക്സ് ഒഫൻഡറിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻ പീറ്റേഴ്സൺ. അവൻ ആകെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ സ്റ്റാൻ പീറ്റേഴ്സനെ ചോദ്യം ചെയ്യുന്നു. മരിച്ച ജൂലിയുടെ ഫോട്ടോ ആണ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടേക്ക് ഇങ്ങേരാണെങ്കിൽ കരയാൻ ആരംഭിക്കുന്നു. കാരണം ഇവൻക്കെതിരെ ജൂലി ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട്. അതും പൊതുവഴിയിൽ സാമാനം കാണിച്ചുകൊണ്ട് പലതും ചെയ്തേന്. ഈ മേഡറങ്ങാനും ഇവന്റെ തലയിലാവൂന്നും കരുതിയിട്ടാണ് പുള്ളിക്കാരൻ കരഞ്ഞോണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ജോ മേരി റോബർട്സിനെ കുറിച്ച് ചോദിക്കാൻ പറയുന്നത്. ഈ പേര് കേട്ടേക്ക് അവൻ ആകെ ഇല്ലാണ്ടാവുന്നു. ജോ തന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അങ്ങർക്ക് മനസ്സിലായി. അവൻ ആകെ പാനിക്കാവുന്നു. സംഭവം വേറൊന്നുമില്ല. ജോ കണ്ടെത്തി എന്ന് പറയുന്ന 3 പെൺകുട്ടികളുണ്ടല്ലോ, അതിൽ ഒരാളുടെ പേരാണ് മേരി റോബർട്ട്സൺ. അവളും ഇവൻക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. സോ ജോ ഇൻചാർജ് ആയിരുന്ന കാലത്ത് ഇതിന്റെ പേരിൽ നല്ല കൊട്ടുകൂട്ടിയിട്ടുണ്ട്. ആ ഒരു ഭയം സ്റ്റാൻ പീറ്റേഴ്സിന് ഇപ്പോഴും ഉണ്ട്. അന്നും
ഇന്നും. സംശയത്തിന്റെ പേരിലാണ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം ജോ ജിമ്മിയോട് പറയുന്നു. അങ്ങനെ ജോ ഫ്ലോ എന്ന് പറയുന്ന ഡോക്ടറെ കാണാൻ പോകുന്നു. അവളാണ് ഓട്ടോപ്സി എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് സാലിനെ പോലെ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഇവനെ കണ്ടതും അവള് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. അങ്ങനെ ജോ ജൂലിയുടെ ബോഡിയെക്കുറിച്ച് ചോദിച്ചറിയുന്നു. കില്ലർ ബോഡിയെ വലിച്ചഴിച്ച് കൊണ്ടുപോകാന്ന് മാത്രമല്ല, ഷെയ്വ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റേസർ തട്ടിയുണ്ടാവുന്ന മുറിവുകളെല്ലാം അവളുടെ കാലിന്റെ മേളിലുണ്ട്. അത് മാത്രമല്ല, അവളുടെ മുഖത്തും കഴുത്തിലുമായിട്ട് ലവ് ബൈറ്റുകളുണ്ട്. ഈ ബൈറ്റ് എന്ന് പറയുമ്പോൾ മോർ ലൈക്ക് സക്കിങ്. പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് സലൈവ സാമ്പിൾസ് ഒന്നും കിട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞ ഒരു ഡെഡ് എൻഡ്. അങ്ങനെ ഈ സമയത്താണ് ജോ അവൻ അന്വേഷിച്ച പഴയ കേസ് ഫയലുകളെല്ലാം തരാൻ പറയുന്നത്. ഇത് കേട്ടേക്ക് ഇവൾക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. എന്റെ പൊന്നു ജോ, നിർത്താറായില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പഴയതുപോലെ ഇതിന്റെ പേരിൽ എന്തേലും സംഭവിച്ച ഒരു കാരണവശാലും ഞാൻ കൂടെ നിൽക്കത്തില്ല എന്നും പറഞ്ഞ് ഫയലുകൾ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ജോ ആ ഡെഡ് ബോഡിയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അയാളൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ഹേ ജൂലി, നിന്റെ മേളിലുള്ള ലവ് ബൈറ്റുകൾ കണ്ടാലറിയാം നിനക്കറിയാവുന്ന ആരോ ആണ് കൊലയാളി എന്നുള്ളത്. എന്തിനാ നീ അവനെ ക്ഷണിച്ചു വരുത്തിയത്? അതുകൊണ്ടല്ലേ നീ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായത് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങേർക്ക് അത്രയും സങ്കടമുണ്ട്. അങ്ങനെ ഫ്ലോയും ജോയും കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പോഴാണ് ഫ്ലോ ഒരു കാര്യം പറയുന്നത്. ജോ, നിന്റെ കണ്ണുകൾ കണ്ടാലറിയാം നീ ഇത് നിർത്താൻ പോകുന്നില്ല എന്ന്. ആൻഡ് പണ്ട് നീ ചെയ്ത കാര്യം, നമ്മളെല്ലാവരും ചെയ്ത കാര്യം, അതിനുവേണ്ടി മാത്രം ഈ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നും പറഞ്ഞ് ജൂലിയുടെ അപ്പാർട്ട്മെന്റിന്റെ കീയാണ് അവന്റെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെ ഈ സംഭാഷണ രീതിയിൽ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് പോലെ. അങ്ങനെ ജോ ബാക്കിയുള്ള പോലീസുകാരറിയാണ്ട് ക്രൈം സീനിലോട്ട് പോകുന്നു. ഒരു മോഷണ കേസ് അന്വേഷിക്കാൻ വന്ന പോലീസാണ് ജോ. അങ്ങനെയുള്ള ഒരാൾ ഇവിടുത്തെ കേസിൽ ഇടപെടുക എന്ന് പറയുമ്പോൾ ശരിയല്ലല്ലോ. അങ്ങനെ ജോൺ ആ റൂം മൊത്തം ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് സാല് പരിശോധിച്ച ആ ഫ്രിഡ്ജ് അവൻ നോട്ട് ചെയ്യുന്നത്. ആ ഒരു കറക്റ്റ് സമയത്താണ് ഹൗസ് ഓണർ അങ്ങോട്ട് വരുന്നത്. ഹലോ മാം, ഈ ഫ്രിഡ്ജ് കേടായിട്ട് നിങ്ങളെന്താ ശരിയാക്കാത്തത്? ആ കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഞാൻ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ളൊരു ABC അപ്ലയൻസസ്, അവിടുന്ന് റിപ്പയറിന് വേണ്ടി ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ആ പാലല്ലാണ്ട് വേറെന്തേലും ഉണ്ടായിരുന്നോ? കുറച്ച് ബിയർ ഉണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ റൂമിലോട്ടൊന്ന് മാറ്റി. ഇത് കേട്ടേക്ക് ആ ബിയർ എടുക്കാൻ പറയുന്നു. അങ്ങനെ ഹൗസ് ഓണർ അതങ്ങ് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോ അവൻ്റെ പഴയ കേസിനെ കുറിച്ച് പിന്നെയും ആലോചിക്കുന്നത്. സ്റ്റിൽ 2 ബോഡികൾ മാത്രമാണ് കാണിക്കുന്നത്. എന്തായാലും ജോ ഒരു തീരുമാനമെടുത്തു. ഇതിനൊരു അന്ത്യം കണ്ടിട്ട് അവൻ നാട്ടിലേക്ക് തിരിച്ചു പോവുള്ളൂ. സോ റൂം എടുക്കുന്നു, സ്റ്റേ ചെയ്യുന്നു. അന്ന് രാത്രി മരിച്ച പെൺകുട്ടികളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജോ. അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഇതൊരിക്കലും തീരാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ് ജോ. അങ്ങനെ പിറ്റേ ദിവസമായി. റാൻഡ എന്നൊരു പെൺകുട്ടി മിസ്സിംഗ് ആവുന്നു. സോ മിക്കവാറും അടുത്ത ബോഡി കണ്ടുകിട്ടിയേക്കാം. അങ്ങനെ ഈ സമയത്താണ് ഫാരിസ് ജിമ്മിയോട് സംസാരിക്കുന്നത്. എടോ, താൻ ഇന്നലെ ചോദ്യം ചെയ്ത സ്റ്റാൻ പീറ്റേഴ്സൺ ഉണ്ടല്ലോ, സൂയിസൈഡ് ചെയ്തു. അയാൾക്ക് ഈ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും സഹിക്കാൻ കഴിയില്ല. അതിൻ്റെ ഇടയിലാണ് നിന്റെയൊക്കെ ഒരു ജോ. സാറേ, മുമ്പ് ഈ കേസ് അന്വേഷിച്ചിരുന്ന ആള് എന്ന നിലക്ക് അയാളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയുന്നു. അത്രയുള്ളൂ. നിനക്കറിയില്ല അയാളെ. ഈ കേസ് കാരണം അയാളുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടായത്. അയാൾക്ക് ഭ്രാന്താണ്. 6 മാസം ഈ കേസിന് പിന്നാലെ ഉറക്കല്ലാണ്ട് ചുറ്റിക്കൊണ്ടേയിരുന്നു. സസ്പെൻഷൻ, ഡിവോഴ്സ്, ട്രിപ്പിൾ ബൈപ്പാസ്, ഇതെല്ലാം ഈ കേസ് കാരണം അങ്ങേർക്ക് സമ്മാനമായിട്ട് കിട്ടിയ സാധനങ്ങളാ. പറഞ്ഞില്ലാന്ന് വേണ്ട. അയാളുടെ പോലെ ഈ കേസിനെ ഇമോഷണലായിട്ട് എടുത്താൽ നീയും ഇതുപോലെ കയ്യീന്ന് പോവും. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇതേ സമയം ജോ ആണെങ്കിൽ ABC അപ്ലയൻസസിലോട്ട് പോകുന്നു. പക്ഷെ അവിടുന്ന് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് AAA എന്ന് പറയുന്ന മറ്റൊരു റിപ്പയറിംഗ് ഷോപ്പ് കണ്ടെത്തുന്നത്. ABC, AAA എല്ലാം അക്ഷരങ്ങളാണല്ലോ. സോ ഹൗസ് ഓണറിന് മിക്കവാറും ഷോപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയതാകാം. അങ്ങനെ AAA എന്ന സ്റ്റോറി പോകുന്നു, അന്വേഷിക്കുന്നു. ആൻഡ് അവിടുന്നാണ് ഈ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യാൻ ആളുകളെ വിളിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരുന്നു ആ പെൺകുട്ടിയുടെ മരണം. സോ റിപ്പയർ എല്ലാം ക്യാൻസലായി. അങ്ങനെ ഈ ഷോപ്പിനകത്ത് വർക്ക് ചെയ്യുന്നവരുടെ ലിസ്റ്റ് എടുക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പോഴാണ് ഈ ഷോപ്പിലെ ഒരു ജീവനക്കാരൻ അവനെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നത്. മുടിയെല്ലാം വളർത്തി ഒരു പ്രത്യേകതരം സ്വഭാവക്കാരൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിമ്മി മിസ്സിംഗ് ആയ റാൻഡയുടെ വീട്ടിലോട്ട് പോകുന്നത്. അവളുടെ പേരൻസ് ആണെങ്കിൽ ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. മരിച്ച പെൺകുട്ടികളുടെ അതേ പ്രായമാണ് റാൻഡക്കും. അവൾക്ക് എന്തേലും പറ്റുമെന്ന് നല്ല പേടിയുണ്ടവർക്ക്. മാം, അവൾ മിസ്സാവുന്നതിന് മുമ്പ് എന്താ ധരിച്ചിരുന്നത്? ഒരു റണ്ണിങ് കോസ്റ്റ്യൂമാ. പിന്നെ അവളുടെ മുടിയിലായിട്ട് ഹെയർ ക്ലിപ്പ് ഉണ്ടാവും, അതും റെഡ് കളറിൽ. അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തതിന് ശേഷം ജിമ്മി തിരിച്ചു പോകുന്നു. അവൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. എത്രയും വേഗം ഈ കേസ് തെളിയിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഈ സമയത്താണ് കോൾ വരുന്നത്. അതും അടുത്ത മേർഡർ. നഗ്നമായിട്ടുള്ള ശരീരം, സെയിം പാറ്റേൺ. ഒരു ഡാമിന്റെ സൈഡിൽ നിന്നാണ് ബോഡി ഇട്ടിരിക്കുന്നത്.
പ്രത്യേകിച്ച് യാതൊരു തെളിവുകളുമില്ല. ആൻഡ് റാൻഡയല്ല, മറ്റാരോ ആണ്. അങ്ങനെ ഈ സമയത്താണ് ജോ അങ്ങോട്ട് വരുന്നത്. ജോ, സ്റ്റാൻ പീറ്റേഴ്സൺ സൂയിസൈഡ് ചെയ്തു. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങേർക്ക് പാനിക് ആവുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അതുകൊണ്ടാവും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഹേ മാൻ, താങ്ക്സ്. സാലി പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടി നീ ഫാരിസിനോട് വാദിച്ചു എന്ന്. അല്ലാണ്ട് പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഇത്രയും കാലമായിട്ടും ഒരു പ്രമോഷൻ പോലും ഇല്ലാണ്ടാ താൻ വർക്ക് ചെയ്ത്. എന്നിട്ടൊരു കേസ് വന്നപ്പോൾ അവരെല്ലാവരും തന്നെ ഒറ്റയ്ക്കാക്കി. ആർക്കും വേണ്ടാത്തൊരു ലൈഫായിട്ട് മാറി. എടോ, എനിക്ക് വേണ്ടി വാദിച്ചതിന് താങ്ക്സ് ഉണ്ട്. പക്ഷേ ഈ കേസ് കാരണം എൻ്റെ ലൈഫ്, എൻ്റെ കരിയർ, അങ്ങനെല്ലാം എനിക്ക് നഷ്ടമായി. എൻ്റെ അതേ അവസ്ഥ തനിക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് ഇമോഷണലായിട്ട് ചിന്തിക്കുന്നത് നിർത്ത് എന്നും പറഞ്ഞ് AAA സ്റ്റോറിയിൽ നിന്ന് കിട്ടിയ എംപ്ലോയീസിന്റെ ലിസ്റ്റ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി ജോ, ജിമ്മി രണ്ടുപേരും നന്നായിട്ടെടുത്തു. മോർ ലൈക്ക് എ പാർട്ട്നേഴ്സ്. ആൻഡ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ജിമ്മിയുടെ വീട്ടിൽ നിന്നാ. 2 കുട്ടികളടങ്ങുന്ന ഒരു ഹാപ്പി ഫാമിലി. അതായിരുന്നു ജിമ്മിയുടെ ലൈഫ്. ഒരു കാലത്ത് ജോ ജീവിച്ചിരുന്ന അതേ ലൈഫ്. പക്ഷെ ഇന്ന് അയാൾക്ക് ആ ലൈഫില്ല. അങ്ങനെ ജിമ്മിയും ജോയും കൂടെ ആ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇന്നലെ കിട്ടിയ ബോഡിയും ചേർത്ത് 6 കൊലപാതകം. മേരി റോബർട്സിനെയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെയും ജോ ആണ് കണ്ടെത്തുന്നത്. അതും ഇവിടെ നോർത്ത് കൗണ്ടിയിൽ. അതേപോലെ മരിച്ച ജൂലി ഇതേ സെയിം നോർത്ത് കൗണ്ടിയാ. പിന്നെയുള്ള 2 പേര് അവരെ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് ദൂരേന്നാ. ആൻഡ് ഇവരെല്ലാവരും ടീനേജ് പ്രായക്കാരും ഹുക്കേഴ്സുമാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങൾ? ഇത് കേട്ടേക്ക് ജോ പറയാണ് മേ ബി അയാൾക്ക് വേണ്ട വിക്ടിംസിനെ കിട്ടാണ്ടാവുമ്പോൾ പല സ്ഥലങ്ങളിലേക്കായിട്ട് തേടി പോകുന്നതാവും. ആൻഡ് അതിനായിട്ട് ഹൈ മൈലേജ് ഉള്ള കാറുകൾ ഉണ്ടാവും. സോ കൊലയാളി ഒരു സഞ്ചാരിയാകും. മരിച്ച എല്ലാവർക്കും ലവ് ബൈറ്റുകളുണ്ട്, എന്നാൽ റേപ്പ് നടന്ന യാതൊരു ലക്ഷണങ്ങളുമില്ല. പിന്നെ കൊലയാളി സ്ഥിരമായിട്ട് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്ന ആളാണ്. മേ ബി റേപ്പ് ആയിരിക്കില്ല കില്ലറിന്റെ ഉദ്ദേശം, മറിച്ച് ഒരു സ്ത്രീയെ കൊല്ലുമ്പോൾ കിട്ടുന്ന സെക്ഷൽ പ്ലഷറാകാം. അത് മാത്രമല്ല, ജൂലിയെ കൊന്നതിന് ശേഷം അയാൾ അപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു പോയിട്ടുണ്ട്. മിൽക്ക്, ബിയർ, ഫുഡ് എന്ന് വേണ്ട, ആ ശവം നോക്കിയിരുന്ന് ഫുഡ് കഴിച്ച് രസിക്കുന്നുണ്ടായിരുന്നു. ഇതും പോരാണ്ട് ഷേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ സമയത്താണ് ജിമ്മി ഒരു കാര്യം പറയുന്നത്. അവളുടെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തി. ജൂലി നോൺ വെജ് ഒന്നും കഴിക്കാറില്ല. എന്നാൽ അവളുടെ വയറ്റിൽ നിന്ന് ഡൈജസ്റ്റഡ് ആയിട്ടുള്ള മീറ്റാണ് കിട്ടിയിരിക്കുന്നത്. അല്ല ജോ, നിന്റെ പഴയ കേസിനെ കുറിച്ച് പറയാമോ? ഇത് കേട്ടേക്ക് ജോ അവനെയും കൊണ്ട് ആ പാലത്തിന്റെ അടിയിലോട്ടാണ് പോകുന്നത്. അതായത് മൃതദേഹങ്ങൾ കണ്ടെടുത്ത സ്ഥലം. വരൾച്ച ബാധിച്ച സമയമായിരുന്നു അത്. സോ ചളിയില്ല, വെള്ളമില്ല, ഒന്നുമില്ല. സിമ്മന്റ് പോലെ ഉറച്ചിരിക്കുന്ന ഒരു ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ ഫുട് പ്രിന്റ് എടുക്കാൻ പാടായിരുന്നു. ഈ കല്ലിന്റെ മേളില 2 ബോഡീസും കിടന്നിരുന്നത്. ജിമ്മി കണ്ടെത്തിയ വിക്ടിംസിനെ പോലെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് തലമറച്ച് പരസ്പരം ഫേസ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നത്. ഇത് കേട്ടേക്ക് ജിമ്മി ചോദിക്കുകയാണ്, അല്ല ഇവിടെ 2 എണ്ണല്ലേ ഉള്ളൂ, മൂന്നാമത്തെ അവിടെ? ഇവിടെ തന്നെയാ, കുറച്ചപ്പുറത്ത്. അങ്ങനെ അവർ തിരിച്ചു പോകുന്നു. അപ്പോഴാണ് ജിമ്മി മറ്റേ ലിസ്റ്റ് അങ്ങ് കൊടുക്കുന്നത്. അപ്ലയൻസസിലെ എംപ്ലോയി ലിസ്റ്റ്. അവിടെയുള്ള 2 പേരുടെ പേരിലാണ് പോലീസ് കേസ് ഉള്ളത്. അതിലൊന്ന് വയസ്സായിട്ടുള്ള ഒരാളാ, രണ്ടാമത്തെ ആള് ഒരു 30-35 വയസ്സ് വരും. ആൻഡ് 2 പേർക്കും അസോൾട്ട് കേസാണുള്ളത്. ജിമ്മി, ജൂലിയുടെ വയറ്റിൽ നിന്ന് ഡൈജസ്റ്റ് ആയ മീറ്റ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് ചിക്കൻ ആയിരുന്നോ ബീഫായിരുന്നോ? ബീഫ്, അതും റോസ്റ്റഡ് ബീഫ്. അല്ല, ഇതറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ? നമ്മൾ വിട്ടുപോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും സസ്പെക്റ്റിനെ പിടികൂടാനുള്ള ഏകമാർഗം എന്നും പറഞ്ഞ് അങ്ങേര് പോകുന്നത് അപ്ലയൻസ് സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന ആൽബർട്ട് സ്പാമ എന്ന് പറയുന്ന ആളുടെ വീട്ടിലോട്ടാണ്. നേരത്തെ പറഞ്ഞ 2 പേരിലൊരാൾ. ഇവൻ ആദ്യം തന്നെ ആൽബർട്ടിന്റെ കാറാണ് ചെക്ക് ചെയ്യുന്നത്. അതാണെങ്കിൽ ധാരാളം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓൾറെഡി കില്ലർ ഒരു സഞ്ചാരിയാണെന്നും സ്വന്തമായിട്ട് 1 കൂടുതൽ കാറുള്ളതായിട്ടും ഇവർക്ക് സംശയമുണ്ട്. സോ ഇവിടെ കിലോമീറ്റർ, ഇവന്റെ വീട്ടിലെ പാർക്കിംഗ് സ്പേസ് രണ്ടും വെച്ച് നോക്കുമ്പോൾ ആളൊരു സഞ്ചാരിയുമാണ്, സ്വന്തമായിട്ട് മറ്റൊരു കാറും ഉണ്ട്. പക്ഷെ രണ്ടാമത്തെ കാറ് അവിടെ കാണുന്നില്ല എന്ന് മാത്രമല്ല, ഫോർ സെയിൽ എന്ന സൈനും കാണാനുണ്ട്. സോ മിക്കവാറും അയാളുടെ രണ്ടാമത്തെ കാറ് സെയിൽ ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്നാണ് ആൽബർട്ട് വേസ്റ്റ് കളയാനായിട്ട് പുറത്തേക്ക് വരുന്നത്. നേരത്തെ ആ സ്റ്റോറിൽ വെച്ച് ഒരാൾ വല്ലാത്തൊരു നോട്ടം നോക്കിയില്ലേ, അയാളാണ് സാക്ഷാൽ ആൽബർട്ട് സ്പാമ. ഇവനെ കണ്ടതും ജോ അവന്റെ മുഖത്തോട്ടങ്ങ് ടോർച്ചടിക്കുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്ത ആർക്കായാലും ദേഷ്യം വരും. പക്ഷെ ആൽബർട്ട് ഒരു നോർമലായിട്ടുള്ള ആളെ പോലെയല്ല ബിഹേവ് ചെയ്യുന്നത്. ആൾക്ക് ദേഷ്യം വരുന്നില്ല, കാം ആൻഡ് ക്വയറ്റായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളാരാ? ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ? അല്ല, ഈ ഫോർ സെയിൽ എന്നുള്ള സൈന് കണ്ടേ, അതാ ചോദിച്ച്. അത് വേറെ കാറിൻ്റെ, അത് കൊടുത്തു, താൻ ചെല്ല്. ശരി, ഓക്കെ എന്നും പറഞ്ഞ് ജോ പോകുന്നു. എന്നാൽ പോകുന്നതിന് മുമ്പ് ആൽബർട്ട് കളയുന്ന വേസ്റ്റ് കവർ പുള്ളിക്കാരൻ അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു. ബിയർ ക്യാൻ, പിസ്സ, മിൽക്ക്, ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ജൂലിയുടെ ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിയ ബിയർ ക്യാനും ആൽബർട്ട് കുടിക്കുന്ന ബിയർ ക്യാനും സെയിം ബ്രാൻഡാണ്.
ഇത് കണ്ടേക്ക് ഇങ്ങേരാണെങ്കിൽ വേഗം തന്നെ സാലിനെ വിളിക്കുന്നു. എന്നിട്ട് ആൽബർട്ട് സ്പാമ എന്ന പേരിൽ വല്ല കാർ സെയിൽ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയുന്നു. അങ്ങനെ ജോ ആ പിസ്സ സ്ലൈസും കൊണ്ട് ഫ്ലോയെ കാണാൻ പോകുന്നു. മരണപ്പെട്ട 2 പെൺകുട്ടികൾക്ക് മുഖത്താണ് ബൈറ്റ് മാർക്കുള്ളത്. ഈ പിസ്സയുടെ മേളിലുള്ള ബൈറ്റ് മാർക്കും പെൺകുട്ടികളുടെ ബൈറ്റ് മാർക്കിലും ചെറിയ ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്. ആൻഡ് ഈസ്റ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പിസ്സ കഴിക്കാൻ ഒരു രീതിയുണ്ട്. ഓരോ സ്ലൈസും ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് കഴിക്കുക. ഈ ഒരു രീതിയിലാണ് ഈ ബൈറ്റ് മാർക്കും. സോ കില്ലർ ഈസ് ഫ്രം ബാക്ക് ഈസ്റ്റ്. ആൽബർട്ടിന്റെ നാടും അവിടെയാണ്. ചുരുക്കി പറഞ്ഞ പല കാര്യങ്ങളിലും മാച്ചിങ് ആണ്. പക്ഷെ ഇതെല്ലാം വെറും തിയറീസ് മാത്രമാണ്. ഇതും വെച്ച് അങ്ങേരെ പിടിച്ച് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ജോ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ഡെയിലി അവൻ സ്ട്രിപ്പേഴ്സിനെയും ഹുക്കേഴ്സിനെയും കാണുന്നുണ്ട്. അത് മാത്രമല്ല, പുള്ളിക്കാരൻ കഴിക്കുന്ന ഫുഡ് കൂടുതലും ബീഫാണ്. ഇതൊന്നും പോരാണ്ട് ഹുക്കേഴ്സിന് ഫുഡും കൊടുത്ത് ഫ്രണ്ട്സ് ആവുന്നൊരു രീതിയും ജോ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഫോളോ ചെയ്ത് ഒരു ഹൈവേയുടെ സൈഡിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോകുന്നു. ആൽബർട്ടിന് മനസ്സിലായി ജോ അവന്റെ പിന്നാലെയുണ്ടെന്ന്. ഇന്നലെ രാത്രി ജോ വന്നതു മുതൽ അവൻ അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇനി എന്നെ ഫോളോ ചെയ്യരുതെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പോകുന്നു. അപ്പോഴാണ് ജോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവൻ വണ്ടി നിർത്തിയിട്ടുള്ള ഹൈവേ ബോഡി കണ്ടെത്തിയ ഡാമിന്റെ തൊട്ട് സൈഡിലാണ്. ഇത് മനസ്സിലാക്കിയ ജോ വേഗം തന്നെ ജിമ്മിക്ക് വിളിക്കുന്നു. ജിമ്മി, നമ്മൾ ആ ബോഡി കണ്ടെത്തിയ കാര്യം പ്രസ്സിന് റിലീസ് ചെയ്തിരുന്നോ? ഇല്ല, ജനങ്ങൾ പാനിക്കാവണ്ടെന്നും കരുതി ആരോടും പറഞ്ഞിട്ടില്ല. പോലീസിന് മാത്രം അറിയാവുന്നൊരു കാര്യം അതേ സ്ഥലത്ത് വരുന്ന ആൽബർട്ടിന് അറിയാന്ന് പറയുമ്പോൾ ആ കൊലയാളി അവനാകാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ സമയത്താണ് സാലിനൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ആൽബർട്ടിന്റെ പേരിൽ യാതൊരു സെയിലും നടന്നിട്ടില്ല. എന്നാൽ ആൽബർട്ടിന്റെ ഒരു കാറ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങേരാണെങ്കിൽ കാറ് കാണാനില്ല എന്നും പറഞ്ഞ് കേസും കൊടുത്തിട്ടില്ല. അങ്ങനെ ആ കാറ് പരിശോധിക്കുന്നു. പക്ഷെ അതിനകത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. ഈ ഒരു പോയിന്റ് വെച്ച് അവരൊരു തീരുമാനമെടുത്തു. ആൽബർട്ടിനെ ചോദ്യം ചെയ്യുക. പിന്നെ പറയണ്ടല്ലോ, പോകുന്നു. പോലീസുകാരാണെങ്കിൽ പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നത്. ഇവൻ അറ്റാക്ക് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ആൽബർട്ട് പോലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സാറേ, പോവല്ലേ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. ഇത് കേട്ടേക്ക് എല്ലാവരും ആകെ കൺഫ്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയത്താണ് സിനിമയുടെ തുടക്കത്തിൽ കണ്ട ടീന സ്റ്റേഷനിലോട്ട് വരുന്നത്. അതും തന്നെ ഫോളോ ചെയ്തു വന്ന കില്ലറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. കില്ലർ ആരാണെന്നോ എന്താണെന്നോ അവൾക്കറിയില്ല. മുഖം വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഈ സമയത്താണ് ആൽബർട്ടിനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുന്നത്. അത് കണ്ടേക്ക് ടീനക്കൊരു സംശയം, അവനാണോ കൊലയാളി എന്നുള്ളത്. അങ്ങനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആൽബർട്ട് ചുമ്മാ പോലീസുകാരെ ഇട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അവൻക്കൊരുമാതിരി കോൺഫിഡൻസ് ഉണ്ട്. മനഃപൂർവ്വം പിടികൊടുക്കുക, ഭയപ്പെടാണ്ടിരിക്കുക, പോലീസുകാരെ കളിയാക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഇവർക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നുണ്ട്. അങ്ങനെ ജിമ്മി ആൽബർട്ടിന്റെ കാറിനെ കുറിച്ച് ചോദിക്കുന്നു. എന്ത് ചെയ്യാനാ സാറേ, കാറ് മോഷണം പോയിന്നേ. എന്നിട്ട് നീ എന്താ അത് റിപ്പോർട്ട് ചെയ്യാത്തത്? ഞാൻ ചെയ്തിട്ടുണ്ട് സാറേ. അതിനെങ്ങനെ? അന്വേഷിക്കുമ്പോൾ മര്യാദക്ക് അന്വേഷിക്കണ്ടേ? ഇവന്റെ ഈ പെരുമാറ്റത്തിൽ നിന്ന് ജോക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ചോദ്യം ചെയ്യൽ അയാൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോ ഇൻറ്ററോഗേഷൻ റൂമിലോട്ട് കയറുന്നു. കയറാന്ന് മാത്രമല്ല, ഒരു പാക്കേജാണ് കൊടുക്കുന്നത്. അതിനകത്ത് മരിച്ച പെൺകുട്ടികളുടെ ഫോട്ടോസ് ഉണ്ട്, അതും അവരുടെ മൃതദേഹങ്ങൾ. അങ്ങനെ ആൽബർട്ട് ആ ഫോട്ടോസ് ഓരോന്നോരോന്നായി നോക്കാൻ ആരംഭിക്കുന്നു. ആ ഫോട്ടോസ് എല്ലാം കാണുമ്പോൾ അവൻക്കൊരു ആനന്ദം പോലെ, സ്വന്തം ക്രൈം വിഷ്വലൈസ് ചെയ്യുന്നത് പോലെ. പറ, നീ എന്തിനാ ഇന്ന് ആ ഹൈവേയിൽ പോയത്? എന്താണ് സാറേ, എനിക്ക് പൊക്കൂടെ? ഇത് കേട്ടേക്ക് ജോക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. അങ്ങേർക്കിട്ട് 4 കൊടുക്കാനാ പോകുന്നത്. അവന്റെ മേലെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോവും. ഇയാളെ പിടിച്ച് 4 പൊട്ടിക്കാനൊന്നും ഇവരുടെ കയ്യിൽ തെളിവുകളില്ല. സോ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും പൊല്ലാപ്പാവും. ഒരു വിധത്തിലാണ് സാലും ജിമ്മിയും കൂടെ പിടിച്ചു വെക്കുന്നത്. അങ്ങനെ ജിമ്മി ടീനയെ കാണാൻ പോകുന്നു. കുറച്ച് സസ്പെക്റ്റിന്റെ ഫോട്ടോസാണ് കാണിച്ചു കൊടുക്കുന്നത്. അവളുടെ ഓർമ്മയിൽ എന്തേലും ഉണ്ടെങ്കിൽ അവൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ കില്ലറുടെ മുഖം കാണാത്തതുകൊണ്ട് കില്ലർ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാ. ഈ സസ്പെക്റ്റുകളുടെ ഫോട്ടോയിൽ ആൽബർട്ടിന്റെ ഫോട്ടോ കൂടെ വെച്ചിട്ടുണ്ട്. അത് കണ്ടേക്ക് ടീന പറയാണ്, ഇയാളെ എനിക്കൊന്ന് നേരിട്ട് കാണിച്ചു തരുമോ? ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. ഇത് കേട്ടേക്ക് ജിമ്മിക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. ഇവനെ പിടിച്ചുകൊണ്ട് വരുന്നത് ടീന കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ടീന കാണിച്ചു കൊടുക്കാൻ പറയുന്നത്. അല്ലാണ്ട് അവൾക്ക് യാതൊരു ഐഡിയ ഇല്ല കില്ലറിന്റെ രൂപത്തെക്കുറിച്ച്. അവനെ കണ്ടതുകൊണ്ടുള്ള ഒരു സംശയം മാത്രം. സ്റ്റേഷനിൽ വെച്ച് ടീന അവനെ നേരിട്ട് കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഫാരിസ് ജിമ്മിയെ വിളിപ്പിക്കുന്നു. നീയൊക്കെ കൂടെ എന്താണ് കാണിക്കുന്നത്? ആദ്യം ഒരു സ്റ്റാൻ പീറ്റേഴ്സൺ, അയാളാണെങ്കിൽ സൂയിസൈഡ് ചെയ്തു. ഇപ്പം ഇതാ ഒരു ആൽബർട്ട്. ഈ ആൽബർട്ടിനെ കുറിച്ച് നിനക്ക് എന്തേലും അറിയോ? 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിറ്റിയിൽ ഒരു മേർഡർ ഉണ്ടായി. അവനാണ് പ്രതിയെന്നും പറഞ്ഞ് സ്വയം കീഴടങ്ങി. പക്ഷേ അവനായിരുന്നില്ല കൊലയാളി. ഈ ആൽബർട്ടിന് ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്.
പോലീസുകാരെ വട്ടം ചുറ്റിക്കുക, കളിയാക്കുക, ഭ്രാന്ത് പിടിപ്പിക്കുക, അങ്ങനെയുള്ള ഒരാളെയാണ് നീയൊക്കെ കൂടെ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ 6 മേർഡറും ഒരു മിസ്സിംഗ് കേസുമായി. നീയൊക്കെ കണ്ടുപിടിച്ചത് മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് 2 ദിവസമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞ FBI വരും ഈ കേസ് ഏറ്റെടുക്കും. ഇത് കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു റിസൾട്ടും ഇല്ല. ജിമ്മി, ജോയുടെ ഗതി നിനക്ക് വരാണ്ടിരിക്കട്ടെ എന്നൊക്കെയാണ് ഫാരിസ് പറയുന്നത്. അങ്ങനെ ജിമ്മി ജോനെ കാണാൻ പോകുന്നു. ജോ ആണെങ്കിൽ മരിച്ചവരുടെ ഫോട്ടോസ് എല്ലാം നോക്കി വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആൻഡ് അവൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്റ് ആണ് ഫ്യൂച്ചർ ആവുന്നത്, അതേ ഫ്യൂച്ചർ പാസ്റ്റ് ആവുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അന്ന് എങ്ങനെയാണോ ജോ, അതേ സെയിം അവസ്ഥയിലാണ് ഇന്ന് ജിമ്മി. ജോ, നീ മാനസികമായിട്ട് ആകെ തളർന്നിരിക്കുകയാണ്. നീ തൽക്കാലം ഒരു ബ്രേക്ക് എടുക്ക്. സാധ്യമല്ല ജിമ്മി. നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉത്തരങ്ങളും ആൽബർട്ടിന്റെ റൂമിലുണ്ടാവും, എനിക്കുറപ്പാണ്. ആരറിയാണ്ട് അകത്ത് കയറുക, സെർച്ച് ചെയ്യുക. എൻ്റെ പൊന്നു ജോ, അതൊക്കെ വലിയ പ്രശ്നമാവും. എനിക്കുറപ്പാണ് അവനാണ് കൊലയാളി എന്നുള്ളത്. നിനക്കുറപ്പുണ്ടോ? തീർച്ചയായും അവൻ തന്നെയാണ് കൊലയാളി. നീ എന്തിനു വേണ്ടിയിട്ടാണ് അവനെ പിടിക്കാൻ നോക്കുന്നത്? ആ പെൺകുട്ടികൾക്ക് വേണ്ടി. എന്നാൽ ഞാൻ എനിക്ക് വേണ്ടിയാണ് ആ കൊലയാളിയെ പിടിക്കാൻ നോക്കുന്നത്. എൻ്റെ ലൈഫേ പോകാൻ കാരണം ഈ കേസാണ്. അതെനിക്ക് കണ്ടെത്തണം. ശരി, ഓക്കെ. നീ അവൻ്റെ റൂമിൽ കയറിയാൽ ഒരു റെഡ് ഹെയർ ക്ലിപ്പ് കിട്ടുമോ നോക്കണം. മിസ്സിംഗ് ആയ റാൻഡയുടെ മുടിയിൽ അങ്ങനെ ഒരു ക്ലിപ്പുണ്ട്. അങ്ങനെ ജിമ്മി ആൽബർട്ടിന് കോൾ ചെയ്യുന്നു. അതും ഇന്നലത്തെ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ്, നീ ബാറിലോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. സംഭവം വേറൊന്നുമില്ല, ഇവനെ റൂമിൽ നിന്ന് പുറത്ത് ചാടിച്ചാൽ മാത്രമാണ് ജോക്ക് അകത്ത് കയറാനും സെർച്ച് ചെയ്യാനും പറ്റത്തുള്ളൂ. അങ്ങനെ ഇവർ വിചാരിച്ചതുപോലെ അവൻ ബാറിലോട്ട് പോകുന്നു. ജോ ആണേലോ റൂമിൽ കയറുന്നു. ആൽബർട്ട് തിരിച്ചു വന്ന സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ജിമ്മി പുറത്ത് തന്നെയുണ്ട്. അങ്ങനെ ജോ ആ റൂം മൊത്തം സെർച്ച് ചെയ്യുന്നു. അവിടെയാണെങ്കിൽ വലിയൊരു പോലീസ് റേഡിയോ ഉണ്ട്. സോ പോലീസുകാർ പറയുന്ന ഓരോ മെസ്സേജുകളും രഹസ്യമായിട്ട് കേട്ടോണ്ടിരിക്കുക. ഇറ്റ്സ് എ ക്രൈം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൽബർട്ടിന്റെ വെപ്പ് പല്ല് കിട്ടുന്നത്. ഈ മൗത്ത് വാഷ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് കൊലയാളി. ഇങ്ങനെയുള്ള വെപ്പ് പല്ലുകൾ എപ്പോഴും മൗത്ത് വാഷ് പോലെയുള്ള ലിക്വിഡുകളിലായിരിക്കും സൂക്ഷിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് മൗത്ത് വാഷിന്റെ കാര്യം ഇപ്പൊ കണക്റ്റഡായി. പക്ഷെ ഇതുകൊണ്ടൊന്നും അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലോകത്ത് എത്രയോ ആൾക്കാർ മൗത്ത് വാഷും പല്ലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ആൽബർട്ട് ആണെങ്കിൽ ബാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വെയിറ്റ് ചെയ്തിട്ടും ജിമ്മി വരുന്നില്ല. അപ്പം തന്നെ അങ്ങേർക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ അങ്ങേരൊന്നും നോക്കിയില്ല. തൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പോലീസുകാരൻ മരിച്ചു കിടക്കുന്നു എന്നും പറഞ്ഞ് പോലീസിനെ വിളിച്ചറിയിക്കുന്നു. വരുന്ന പോലീസ് എങ്ങാനും ആ റൂമിനകത്ത് ജോയെ കണ്ടെത്തിയാൽ വീടിനകത്ത് അതിക്രമിച്ച് കയറിയെന്നും പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോ ഫ്ലോറിലായിട്ട് ഒരു സീക്രട്ട് സ്പോട്ട് കാണുന്നത്. അവൻ അപ്പം തന്നെ തുറന്നു നോക്കുന്നു. അതിനകത്ത് പത്രവാർത്തകളാണ്. അതും ജോയുടെ കേസ് മുതൽ ജിമ്മിയുടെ കേസ് വരെയുണ്ട്. പാലത്തിന്റെ അടിയിൽ നിന്ന് കിട്ടിയ 3 ബോഡീസിനെ കുറിച്ചുള്ള വാർത്ത അതിനകത്തുണ്ട്. ഇത് കണ്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ആൻഡ് ആ രംഗം അവൻ പിന്നെയും ആലോചിക്കുന്നു. സ്റ്റിൽ 3ാമത്തെ ബോഡി എവിടെയാന്ന് കാണിക്കുന്നില്ല. അപ്പോഴാണ് പോലീസ് റേഡിയോയിൽ ഒരു മെസ്സേജ് വരുന്നത്. സിറ്റിയിലെ എൻറ്റയർ പോലീസ് അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് പോലീസുകാർ വരുന്നതിന് മുമ്പ് ചാടണം. അങ്ങനെ പോലീസുകാരും എത്തി, ആൽബർട്ടും എത്തി. ജോ ആണേലോ പോലീസുകാർ കാണാണ്ട് എങ്ങനെയൊക്കെയോ പുറത്ത് കിടക്കുന്നു. ഇതെല്ലാം കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് ആൽബർട്ട്. പുള്ളിക്കാരൻ ഈ പോലീസിനെ ഇട്ട് ഭ്രാന്ത് പിടിപ്പിക്കാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ജോയിനെയും കൊണ്ട് ജിമ്മി രക്ഷപ്പെട്ടു. ജോ, എന്തായി? മറ്റേ റെഡ് ഹെയർ ക്ലിപ്പ് കിട്ടിയോ? നോ, പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു 5 മിനിറ്റ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തേലൊക്കെ കണ്ടുപിടിച്ചിരുന്നത് എന്നും പറഞ്ഞ് അവർ പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോഴാണ് 2 ന്യൂസ് കിട്ടുന്നത്. ഒന്ന് ഗുഡ് ന്യൂസ്, ഒന്ന് ബാഡ് ന്യൂസ്. ആദ്യം തന്നെ ബാഡ് ന്യൂസ് ആണ് പറയുന്നത്. ആൽബർട്ടിന്റെ കാറ് മോഷണം പോയി എന്നുള്ള കാര്യം അവൻ ഓൾറെഡി പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ഇവർ വിചാരിച്ചതുപോലെ ആ കാറ് അവൻ ഉപേക്ഷിച്ചതല്ല. ഇനി ഗുഡ് ന്യൂസ്. നോർത്തിൽ കണ്ടെത്തിയ 3 ഡെഡ് ബോഡികൾ, അതായത് ജോയുടെ കേസ്. ആ സമയത്ത് ആൽബർട്ട് നോർത്തിലുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഡിട്രോയിഡിലേക്കാണ് പോയിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിട്രോയിഡ് എന്ന് പറയുന്നത് ക്രൈമിന് പേര് കേട്ട സ്ഥലമാണ്. അവിടെ സ്ഥിരമായിട്ട് മിസ്സിംഗ് കേസുകളും മേർഡർ കേസുകളും നടക്കാറുണ്ട്. അതുകൊണ്ട് അവിടെ പോയി അന്വേഷിച്ചിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ ഇവർ 2 പേരും കൂടെ അവനെ ഫോളോ ചെയ്യുന്നു. അതും ഉറങ്ങാണ്ട്. ഫുൾ ടൈം അവൻ്റെ പിന്നാലെയാണ്. ഇത് തെളിയിക്കാൻ 2 ദിവസമാണ് ബാക്കിയുള്ളത്. ജിമ്മിക്കാണെങ്കിൽ ഒട്ടും വയ്യ. അവൻ ഉറങ്ങിയിട്ടില്ല. അവൻ ആദ്യമായിട്ടാണ് ഇത്രയും സ്ട്രെസ്ഫുള്ളായിട്ട് ഒരു കേസ് അന്വേഷിക്കുന്നത്. ഈ ഒരു കേസ് തെളിയാത്തോണ്ട് തന്നെ അതിനോടൊരു ഒബ്സഷനായിട്ട് മാറിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ജോക്ക് അവനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ വാച്ച് ചെയ്ത് പാതിരാത്രിയായി. ജിമ്മിക്കാണെങ്കിൽ ഒട്ടും വയ്യ. എന്നാൽ ജോ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നത്. അങ്ങേർക്കിതൊക്കെ ശീലായി. അങ്ങനെ കോഫി മേടിക്കാനായിട്ട് ജോ പുറത്തേക്ക് പോകുന്നു. ആ സമയത്താണ് തൊട്ടടുത്തുള്ള പബ്ലിക് ബൂത്ത് റിങ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇത് കണ്ടേക്ക് ജിമ്മി ആകെ സർപ്രൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്.
ഇങ്ങോട്ട് കോള് വരാന്ന് പറയുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് നോർമലല്ല. അങ്ങനെ ജിമ്മി രണ്ടും കൽപ്പിച്ച് ആ കോളങ്ങെടുക്കുന്നു. നോക്കുമ്പോ അത് വേറെ ആരുമില്ല, ആൽബർട്ടാണ്. ഇവരുടെ വിചാരം ഇവരവനെയാണ് വാച്ച് ചെയ്യുന്നതെന്ന്. സത്യം പറഞ്ഞ നേരെ വിപരീതമാണ് നടക്കുന്നത്. അവരല്ല, ഇവനാണ് വാച്ച് ചെയ്യുന്നത്. ഇതാര്? സാറോ? സാറെന്താണ് ഇവിടെ? അങ്ങനെ ജിമ്മി ഗണ്ണെടുക്കുന്നു. റാൻഡിയുടെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. നിനക്കിതാരാന്നറിയോ? ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ പിന്നെയും പിന്നെയും ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് കൊള്ളാലോ സാറേ എന്നൊക്കെയാണ് അങ്ങേര് പറയുന്നത്. പക്ഷെ അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാണ് റാൻഡിയെക്കുറിച്ച് അവൻക്ക് നന്നായിട്ടറിയാം. പറയടാ പന്നെ, റാൻഡി എവിടെ? സാറൊന്ന് കൂളാവുന്നേ. സാറേ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് കുറച്ച് ദൂരം പോവാനുണ്ട്. സാറിന് ഓക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ റാൻഡിയെ കിട്ടത്തില്ല. സോ ജിമ്മിക്ക് വേറെ ഓപ്ഷനില്ല. രണ്ടും കൽപ്പിച്ച് അങ്ങേരുടെ കൂടെ പോകുന്നു. ഇവർ പോകുന്ന സമയത്താണ് ജോ കോഫിയും കൊണ്ടുവരുന്നത്. പിന്നെ പറയണ്ടല്ലോ, വേഗം തന്നെ കാറും കൊണ്ട് പിന്നാലെ പോകുന്നു. മണിക്കൂറുകളോളം യാത്ര ചെയ്യുന്നു. ജിമ്മിക്കും ജോക്കും ഒരൊറ്റ കാര്യം മാത്രമാണ് മനസ്സിലോട്ട് വരുന്നത്: മരിച്ചുപോയ പെൺകുട്ടികളുടെ മുഖം. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ആൽബർട്ടിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് രണ്ടുപേർക്കും. അങ്ങനെ ആൽബർട്ട് ആരുമില്ലാത്തൊരു ഡെസേർട്ടിലോട്ടാണ് ജിമ്മിയെ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഇടയിൽ ജോക്ക് അവരെ മിസ്സാവുന്നു. ആൽബർട്ടാണേലോ വലിയൊരു ഏരിയയാണ് കാണിച്ചു കൊടുക്കുന്നത്. സാറേ, സാറിൻ്റെ റാൻഡ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സാറൊന്ന് ഇറങ്ങി നോക്ക്, ഞാൻ ഹിന്റ് തരാം. ഇത് കേട്ടിട്ട് ഇങ്ങേർക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നുണ്ട്. എന്നാൽ ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. റാൻഡിയെ കണ്ടെത്തുക, അതാണ് പ്രധാനം. അങ്ങനെ ജിമ്മി പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങുന്നു. ആൽബർട്ട് ആണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തണുപ്പാണ്, ഇപ്പൊ ചൂടാണ്, അടുത്ത് തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഒരു സ്പോട്ട് ഓക്കെ എന്ന് പറയുന്നു. ഷവലങ്ങ് ഇട്ടുകൊടുക്കുന്നു. സോ റാൻഡെ അവൻ കൊന്നൂന്നർത്ഥം. ഇവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ ജിമ്മി ഗണ്ണെടുക്കുന്നു. ഞാനല്ല കുഴിക്കാൻ പോകുന്നത്, നീയാണ്. സാറേ, സാർ എന്നെ കൊല്ലില്ല എന്ന് എനിക്കും അറിയാം, സാറിനും അറിയാം. ഇനി അഥവാ എന്നെ കൊന്ന സാറ് കുറേ കഷ്ടപ്പെടും. തെളിവുകൾ, എൻ്റെ കാറ്, എൻ്റെ ബോഡി ഇതെല്ലാം ഇല്ലാണ്ടാക്കണം. സാറിന് പറ്റുമോ? അതുകൊണ്ട് സാറാണ് ഇന്ന് കുഴിക്കാൻ പോകുന്നത്, ഞാനല്ല. അങ്ങനെ ജിമ്മി കുഴിക്കാൻ ആരംഭിക്കുന്നു. കുഴിച്ച് കുഴിച്ച് പകുതി എത്തിയപ്പോൾ ആൽബർട്ട് നിർത്താനാ പറയുന്നത്. സാറേ, ഇവിടെ എല്ലാം തോന്നുന്നുണ്ട്, കുറച്ചപ്പുറത്താ എന്നും പറഞ്ഞ് രണ്ടാമത്തെ കുഴിയെടുക്കുന്നു. അയ്യോ, ഇവിടെയല്ല സാറേ, അപ്പുറത്താ എന്നും പറഞ്ഞ് മൂന്നാമത്തെ കുഴി. ജിമ്മിക്കാണെങ്കിൽ ദേഷ്യം മുച്ചിയിൽ കയറിയിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും കുഴിയെടുക്കാന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമില്ല. നീ എന്താടാ കളിക്കുകയാണോ? എൻ്റെ പൊന്ന് സാറേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ കൊന്നിട്ടില്ല. പക്ഷെ ജിമ്മിക്ക് അത്രയും ഉറപ്പുണ്ട് ഇവനാണ് ചെയ്തതെന്നുള്ളത്. സോ വീണ്ടും വീണ്ടും ഓരോ കുഴികളായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആൽബർട്ട് ഒരു കാര്യം പറയുന്നത്. സാറേ, നിങ്ങൾ വൻ തോൽവിയാട്ടാ. ഒന്നില്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനല്ലേ? 6 മേഡർ, ഒരാളെ പോലും നിങ്ങൾക്ക് രക്ഷിക്കാനായിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ പോകുന്നത്? ഈ കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതും കൂടെ കേട്ടേക്ക് അങ്ങേരുടെ കൺട്രോൾ പോകുന്നു. ഷവല് കൊണ്ട് ഒന്നങ്ങ് കൊടുക്കുന്നു. എന്നാൽ അടിയുടെ ആഘാതത്തിൽ ആൽബർട്ട് ഇല്ലാണ്ടാവുന്നു. ഇത് കണ്ടേക്ക് പുള്ളിക്കാരനാകെ കയ്യീന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. അവൻ കാരണം ഒരു മേഡർ. ഇതേ സമയം ജോ ഒരു വിധത്തിലാണ് അങ്ങോട്ടെത്തുന്നത്. ആൽബർട്ടിന്റെ കിടുത്തം കണ്ടേക്ക് സ്വന്തം പാസ്റ്റാണ് അയാൾ ഓർക്കുന്നത്. പാലത്തിന്റെ അടിയിൽ നിന്ന് 3 ബോഡികളാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ 2 മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ മൂന്നാമത്തെ ബോഡിയും തെരഞ്ഞ് ജോ, സാൽ, ഫാരിസ് എന്ന് വേണ്ട ആ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിരുന്ന സകലമാന ആൾക്കാരും കൂടെ ഇറങ്ങിത്തിരിക്കുന്നു. പെട്ടെന്നാണ് ഒരാൾ ഫ്രണ്ടിലോട്ട് വരുന്നത്. പാനിക്കായ ജോ ഗണ്ണങ്ങ് പൊട്ടിക്കുന്നു. എന്നാൽ രക്ഷപ്പെട്ടോടുന്ന മൂന്നാമത്തെ പെൺകുട്ടിയായിരുന്നു അത്. ചുരുക്കി പറഞ്ഞ ജോ കാരണം ഒരു നിരപരാധിയാണ് കൊല്ലപ്പെട്ടത്. ആൻഡ് അതായിരുന്നു സാക്ഷാൽ മേരി റോബർട്ട്സൺ. അതുകൊണ്ടാണ് അവൻക്ക് ഈ കേസിനോട് ഇത്രയും ഒബ്സഷൻ. അവൻ കാരണം മരിച്ച മേരി റോബർട്ട്സൺ അങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയ കില്ലറിനെ പിടിക്കാൻ വേണ്ടി സ്വന്തം ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കി. ഈയൊരവസ്ഥ ജിമ്മിക്ക് വരാണ്ടിരിക്കാനാ ഫാരിസ് അവനെ പലതവണ വാൺ ചെയ്ത്. എന്നാലിപ്പോ ജോ ആവർത്തിച്ച് പറഞ്ഞ വാക്കുകൾ സത്യമാകുന്നു. പാസ്റ്റ് ഫ്യൂച്ചർ ആകുന്നു, ഫ്യൂച്ചർ പാസ്റ്റ് ആകുന്നു. ഇവൻ നിന്നിരുന്ന അതേ സിറ്റുവേഷനിലാണ് ജിമ്മിയും നിൽക്കുന്നത്. മരിച്ച ആൽബർട്ട് കൊലയാളിയാണോ അല്ലേ ഒന്നും അറിയില്ല. പോലീസുകാരെ ചുറ്റിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ആൽബർട്ടിന്. സോ അവനാണ് കൊലയാളി എന്നുള്ളത് ഉറപ്പിക്കാനും കഴിയില്ല. അത് മാത്രമല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് അവൻ തന്നെ പറഞ്ഞു 5 മിനിറ്റ് മുമ്പ്. ജോ, ഇവൻ തന്നെയാണ് കൊലയാളി, എനിക്ക് ഉറപ്പാ. ഇതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാനില്ല. ഒരു കുഴിയെടുക്ക്, ഇവനെ ഇനി ആരും കാണാൻ പാടില്ല. ഞാനൊന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞ് ആൽബർട്ടിന്റെ കാറും കൊണ്ടാണ് പോകുന്നത്. അതും തെളിവുകൾ ഇല്ലാണ്ടാക്കാൻ, ജിമ്മിയെ രക്ഷിക്കാൻ. അവൻ ആദ്യം ലോക്കൽ ഗുണ്ടകൾക്ക് ഈ കാറങ്ങ് കൈമാറുന്നു. എന്നിട്ട് വേഗം തന്നെ ആൽബർട്ടിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. പോവാന്ന് മാത്രമല്ല, അവിടെയുള്ള മുഴുവൻ തെളിവുകളും ഇല്ലാണ്ടാക്കുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണുന്നത്. മറ്റേ സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്ന അറയുണ്ടല്ലോ, അതിനകത്ത് പത്രവാർത്തയുമില്ല, ഒന്നുമില്ല. അങ്ങനെ എല്ലാ തെളിവുകളും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തോട്ട് മാറ്റുന്നു. ജിമ്മിയുടെ അടുത്തോട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ രാവിലെയായി.
ഇവിടെ ജിമ്മിയാണെങ്കിൽ റാൻഡേനെ കിട്ടുമെന്നും കരുതി ആ സ്ഥലം മൊത്തം കുഴിച്ചു നോക്കിയിരിക്കുകയാണ്. അവൻ ചെയ്ത് തെറ്റാണോ അല്ലേ അറിയില്ല. അത് മനസ്സിലാക്കാനുള്ള ഏക വഴി റാൻഡ മാത്രമാണ്. പക്ഷെ റാൻഡയെ ഇവർക്കിനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ജോ, ആൽബർട്ടാവോ കൊലയാളി? ആണേലും അല്ലേലും ഇനിയിപ്പോൾ അത് ആലോചിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നീ പോവാ, ഫാരിസിനെ കാണുക, ആൽബർട്ട് ജസ്റ്റ് ചുറ്റിക്കെന്ന് മാത്രം പറയാ. ഞാൻ സേറ്റയുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിന്നും. പിന്നെ ആൽബർട്ടിനെ കുറിച്ച് ആലോചിക്കാൻ പാടില്ല, അവന്റെ പേര് പോലും ഉച്ചരിക്കാൻ പാടില്ല. കാരണം നിന്റെ ലൈഫ് നശിപ്പിക്കാൻ പോകുന്നത് അവന്റെ ചിന്തകളായിരിക്കും. എന്റെ ലൈഫ് ഇല്ലാണ്ടായതുപോലെ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഒരു സസ്പെക്റ്റിനെ പിടികൂടാൻ സഹായിക്കുന്നത്. അതേ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളുടെ ലൈഫിനെയും ഇല്ലാണ്ടാക്കുന്നത് എന്നും പറഞ്ഞ് ഒരു ഹഗ് കൊടുക്കുന്നു, തിരിച്ചു പോകുന്നു. കേസ് FBI കൈമാറി. ജിമ്മി ജോയുടെ നിർദ്ദേശപ്രകാരം ഒരു ബ്രേക്ക് എടുത്തു. ആൻഡ് പാസ്റ്റ് ഫ്യൂച്ചർ ആകുന്നു. പുതിയ പോലീസ്, അതേ കേസ്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം സാലി ജിമ്മിക്ക് ഒരു പാക്കേജ് കൊടുക്കുന്നു. അതും ജോ തന്നതാണ് എന്നും പറഞ്ഞിട്ട്. ജിമ്മിയാണെങ്കിൽ ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. തന്റെ ഭാര്യയോടും മക്കളോടും അവൻക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പാക്കേജ് അവൻ തുറന്നു നോക്കുന്നു. അതിനകത്ത് ഒരു റെഡ് ഹെയർ ക്ലിപ്പ് ഉണ്ട്. റാൻഡ് യൂസ് ചെയ്തിരുന്ന ഹെയർ ക്ലിപ്പ്. എന്നാൽ അതൊരു ഫേക്ക് സാധന. തന്റെ ഫാമിലി ലൈഫ് ഇല്ലാണ്ടായതുപോലെ ജിമ്മിയുടെ ലൈഫ് നശിക്കാൻ പാടില്ല. അതുകൊണ്ടാ ജോ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. കുറ്റബോധം വേട്ടയാടാൻ തുടങ്ങിയാൽ വേരോടെ നശിപ്പിക്കും അത്. പണ്ട് മേരി റോബർട്ട്സൺ മരിച്ചപ്പോൾ ഫ്ലോയും സാലും ഫാരിസും കാണിച്ച അതേ മനസ്സാണ് ജോയും കാണിക്കുന്നത്. തന്റെ കൊളീഗിനെ, ഫ്രണ്ടിനെ സഹായിക്കുക. മേരി റോബർട്ട്സിന്റെ മരണം ആ കൊലയാളിയുടെ തലയിലേക്ക് കെട്ടിവെച്ചു. അങ്ങനെ ജോ ജിമ്മിക്ക് വേണ്ടി എല്ലാ തെളിവുകളും ഇല്ലാണ്ടാക്കുന്നു. ഈ ഹെയർ ക്ലിപ്പ് കിട്ടിയതുകൊണ്ട് ആൽബർട്ടിനെ കൊന്നത് ഒരു റൈറ്റ് ചോയ്സ് ആയിട്ട് ജിമ്മിക്ക് തോന്നുള്ളൂ. അവന്റെ ലൈഫിനെ പിടിച്ചു നിർത്താൻ അത് ധാരാളം. ഇനി ആൽബർട്ട് ആയിരിക്കോ ശരിക്കുള്ള കൊലയാളി? അല്ലെങ്കിൽ AAA സ്റ്റോറിലെ അസോൾട്ട് കേസുള്ള 50 വയസ്സുകാരനാവോ? അതും അറിയില്ല. സോ ആരാണ് കൊലയാളി എന്നുള്ളത് പ്രേക്ഷകർക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാകാം അവരെ പിടിക്കാൻ സഹായിക്കുന്ന ഏക മാർഗം. അതേ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെയും ഇല്ലാതാക്കിയേക്കാം. ആൻഡ് അത് തന്നെയാണ് ഈ സിനിമയുടെ പേരും, ദി ലിറ്റിൽ തിങ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.